നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, പി ദിവ്യയുടെ വിഷയം നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ സാധിക്കില്ല. നവീൻ ബാബു എന്ന ADM-നെ അനാവശ്യമായ അഴിമതി ആരോപണത്തിന്റെ പേരിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ഒരു രക്തസാക്ഷിയാണ് നവീൻ ബാബു എന്ന് പറയുന്നത്. ഈ നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള പി ദിവ്യയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തെ റിമാൻഡിലാവുകയും അതിനപ്പുറം അവര് ജാമ്യത്തിൽ പുറത്തു വരികയൊക്കെ ചെയ്തു. ഈ ജാമ്യ വ്യവസ്ഥയിൽ കർശനമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം തെളിവ് നശിപ്പിക്കാൻ പാടില്ല, അതല്ലെങ്കിൽ പരാതിക്കാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൂടാ എന്നൊക്കെയുള്ള ഒരുപാട് നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് ഈ ജാമ്യം അനുവദിക്കുന്നത്. പക്ഷെ ഈ ജാമ്യങ്ങളുടെ എല്ലാം ലംഘനമായിട്ട് ഇന്ന് നവീൻ ബാബുവിൻ്റെ വക്കീലന്മാർ, അതായത് നവീൻ ബാബുവിൻ്റെ ഭാര്യ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയൊക്കെ സമീപിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അവരുടെ വക്കീൽ പറയുന്നത് പി ദിവ്യ പുറത്തിറങ്ങിയതിന് ശേഷം നവീൻ ബാബുവിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ പി ദിവ്യയ്ക്ക് എതിരായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് അവർ എന്നാണ് പറയുന്നത്. ഈ ആരോപണം ശരിയാണെങ്കിൽ അടിയന്തരമായിട്ട് തന്നെ പി ദിവ്യയുടെ ജാമ്യം റദ്ദ് ചെയ്ത് അവരെ കൽത്തുറങ്കിൽ അടയ്ക്കണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഈ പി ദിവ്യയുടെ കേസിൽ അല്ലെങ്കിൽ ഈ നവീൻ ബാബു കേസിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീതി ലഭിക്കും എന്ന് കരുതുന്നുണ്ടോ? അല്ല, നമ്മൾ ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളായിരുന്നു. ഒന്ന്, CPM-ന്റെ വളരെ ഉന്നതന്മാരായ നേതാക്കന്മാരുമായി വളരെ വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന, അടുപ്പം സൂക്ഷിക്കുന്ന ഒരു ആളാണ് പി ദിവ്യ. അപ്പോൾ പി ദിവ്യ എന്ന് പറയുന്നത് ഒരു ചെറിയ മീനല്ല. അപ്പോൾ നവീൻ ബാബു എന്ന് പറയുന്ന ഒരു സാധാ സർക്കാർ ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ അദ്ദേഹം എത്ര ഉന്നതനായാലും സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ എന്നൊക്കെ പറയുന്നത് വളരെ വലിയ പോസ്റ്റൊക്കെ ആണെങ്കിൽ പോലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വലിയൊരു സംഭവമൊന്നുമല്ല. അതുകൊണ്ട് ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയും അതുപോലെ തന്നെ DYFI പോലുള്ള വളരെ ഉത്തരവാദപ്പെട്ട ഒരു സംഘടനയൊക്കെ നടത്തിയ ശ്രമങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം അന്നോട്ടെ ഞാൻ ഇതിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്ന് ഒരിക്കൽ പോലും വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബം പ്രത്യേകിച്ചിട്ട്. ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തി എന്തായാലും ഒരു കത്തെങ്കിലും എഴുതി വെക്കുമെന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു കത്തെങ്കിലും എഴുതി വെക്കും, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ജസ്റ്റ് ഒരു മെസ്സേജും കയക്കും. ഇപ്പോഴും ഈ നവീൻ ബാബുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോണുമായി ബന്ധപ്പെട്ടുള്ള പല ദുരൂഹതകളും ഇപ്പോൾ ആരാണ് നവീൻ ബാബുവിനെ വിളിച്ചത്, ആരൊക്കെയായിട്ടാണ് നവീൻ ബാബു സംസാരിച്ചത്, എന്ത് വിഷയമാണ് സംസാരിച്ചത്, ഇത്തരം വിഷയങ്ങളിലൊന്നും പോലീസ് ഇന്നേ വരെ ഒരു വ്യക്തത ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ മാത്രമല്ല, നവീൻ ബാബുവിന് കളക്ടറേറ്റിൽ നിന്ന് നഗരത്തിൽ മിനീശ്വർ കോവിലിനടുത്ത് കൊണ്ടുപോയി വിട്ടു എന്നാണ് അവരുടെ ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം എങ്ങോട്ട് പോയി? അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നോ? അദ്ദേഹം വീട്ടുകാരുമായി സംസാരിച്ചപ്പോൾ ഞാൻ ട്രെയിനിലിരിക്കുകയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നീട് എപ്പോഴാണ് പള്ളിക്കുന്നിലെ ഈ ക്വാർട്ടേഴ്സിലേക്ക് തിരിച്ചു പോയത്? എന്താണ് ഇത്തരം തെളിവുകളൊന്നും ശേഖരിക്കാൻ പറ്റാതെ കേരളത്തിൽ ഈ CCTV, കണ്ണൂർ പോലെ സ്ഥലങ്ങളിൽ എത്ര CCTV ഉണ്ട്, എത്ര സ്ഥാപനങ്ങളിൽ CCTV ഉണ്ട്, എന്തുകൊണ്ടാണ് CCTV ദൃശ്യങ്ങളൊന്നും കാണാത്തത്? അതേസമയം ഈ പരാതിക്കാരൻ പെട്രോൾ പമ്പിന് വേണ്ടി NOC-ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന പ്രശാന്ത് എന്ന് പറഞ്ഞ കക്ഷി ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു CCTV ദൃശ്യം വളരെ വ്യക്തമായി പ്രചരിപ്പിക്കുകയുണ്ടായി. ഇദ്ദേഹം പണം ചോദിച്ചു എന്ന് പറയുന്ന ദിവസം, ഇത്ര മണിക്ക് വരൂ എന്ന് പറഞ്ഞ ദിവസം ഇദ്ദേഹം നടന്നു പോവുകയും മറ്റാൾ 2 വീലറിൽ പോവുകയും ചെയ്യുന്ന ചിത്രം എങ്ങനെയാണ് ഇവർ സംഘടിപ്പിച്ചു കൊടുത്തത്? അത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം പ്രചരിപ്പിച്ചില്ലേ? അപ്പോൾ ഈ കൃത്യമായ തെളിവുകൾ ഇതിലുണ്ട് എന്നുള്ള വ്യക്തമാണ്. അതുകൊണ്ട് പി ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിക്കൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായെങ്കിൽ പോലും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉന്നതങ്ങളിൽ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന് പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയുണ്ട്. അപ്പം പി ദിവ്യ കുറ്റക്കാരിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുന്ന അതേ പാർട്ടി നേതാവ് തന്നെയാണ് അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി വലിയ ഉന്നതങ്ങളിൽ ശ്രമിക്കുന്നതെന്നുള്ളതാണ്. ഇപ്പം നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറഞ്ഞു. അവരുടെ വീട്ടിൽ, പത്തനംതിട്ടയിലെ അവരുടെ വീട്ടിൽ പോയാണ് ഗോവിന്ദൻ മാഷ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഗോവിന്ദൻ മാഷ്. അദ്ദേഹം പറയുന്നത് ഞാനാണ് ഈ പാർട്ടിയുടെ സെക്രട്ടറി എന്നും ഞാൻ പറയുന്നതാണ് ഇപ്പോൾ ഈ പാർട്ടിയുടെ നയമെന്നും അതുകൊണ്ട് പാർട്ടി പൂർണ്ണമായും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുകയും, എന്നാൽ പി ദിവ്യയെ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം, ജാമ്യം കിട്ടി ഇറങ്ങുന്ന ദിവസം കുടുംബത്തോടൊപ്പം നിൽക്കേണ്ട ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ
ഇവരെ സ്വീകരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താണ് സന്ദേശം കൊടുക്കുന്നത്? ഈ പാർട്ടിയും അതുപോലെ തന്നെ കണ്ണൂരിലെ എല്ലാ സംവിധാനങ്ങളും പി ദിവ്യക്ക് ഒപ്പമാണെന്നുള്ള കൃത്യമായ സന്ദേശമാണ് അന്ന് കൊടുത്തത്, ഇല്ലേ? ഈ കൃത്രിമമായ വ്യാജ പരാതി പലതരം ഒപ്പിട്ട് പല രീതിയിൽ പേരെഴുതിയിട്ട് കൊടുത്ത ഈ പരാതിയുടെ സൃഷ്ടാവുണ്ട് പ്രശാന്തൻ. ഈ പ്രശാന്തന്റെ ഒറ്റ വാക്ക് കേട്ടിട്ടാണല്ലോ ഈ പി ദിവ്യ അദ്ദേഹം വലിയ രീതി അഴിമതിക്കാരനാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഒരു ഗംഗാരൻ എന്ന് പറഞ്ഞ റിട്ടയർഡ് അധ്യാപകനെ കൊണ്ടുവന്നു, കുറ്റ്യാട്ടൂർ സ്വദേശി. അദ്ദേഹം ഇയാൾ വലിയ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് അത് തകർന്നു പോകുന്ന ചിത്രം നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങളിൽ, വിഷ്വൽ മീഡിയയിലൊക്കെ. പഠിപ്പിച്ചെടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം അധ്യാപകനാണെങ്കിൽ പോലും അദ്ദേഹം പഠിപ്പിച്ചില്ലല്ലോ, അദ്ദേഹത്തിന് മറ്റാരോ പഠിപ്പിച്ചപ്പോൾ തെറ്റിപ്പോയി എന്നുള്ളതാണ് വിഷയം. അതവിടെ പൊളിഞ്ഞുപോയി. പിന്നെ സർക്കാർ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇദ്ദേഹം എന്തെങ്കിലും തരത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ടോ, ഇദ്ദേഹം അഴിമതിക്കാരനാണോ എന്നുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ട് സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. ഗീത എന്ന് പറഞ്ഞ ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥയാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതും കൊടുത്തതും ഒക്കെ. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നവീൻ ബാബു ഒരു തരത്തിലും അഴിമതിക്കാരനെന്ന്, മിസ്റ്റർ ക്ലീൻ എന്ന റിപ്പോർട്ട് സർക്കാരിന് മുന്നിലുണ്ട്. ഇപ്പോഴും എന്തിനാണ് അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും ആവർത്തിച്ചുകൊണ്ടേ നവീൻ ബാബു അഴിമതിക്കാരനാണെന്നോ അയാൾ പല സ്ഥലത്തുനിന്നും കാശ് മേടിച്ചിട്ടുണ്ട്, പലരോടും കാശ് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജമായ മരിച്ചുപോയ ഒരാളെയെങ്കിലും വെറുതെ വിടാൻ തയ്യാറാവണ്ടേ? ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി, പാർട്ടിക്ക് മുഖം രക്ഷിക്കാൻ വേണ്ടി നവീൻ ബാബുവിനെ ഏതെങ്കിലും തരത്തിൽ കണിക്കാൻ പറ്റുമോ നോക്കി. ഒരു തരത്തിലും അദ്ദേഹത്തിന് അഴിമതിക്കാരനാണെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പത്തനംതിട്ടയിലെ പാർട്ടി ഇവർക്കെതിരായി, കണ്ണൂരിലെ പാർട്ടിക്കെതിരായി, 2 ജില്ലകളിലെ CPM അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാണ്. ഇപ്പോഴും യഥാർത്ഥത്തിൽ മൗനം കൊണ്ട് പത്തനംതിട്ടയിലെ പാർട്ടി കണ്ണൂരിലെ പാർട്ടിക്കെതിരായി നിൽക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ ബാധിക്കുന്നു വെച്ചാൽ ഈ പാർട്ടിക്ക് എല്ലാ തരത്തിലുള്ള ജീർണതകൾ ബാധിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണല്ലോ ഇന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ. അല്ല, ഈ പി ദേവി ആദ്യം ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആദ്യം നടത്തിയ പ്രസ്താവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കെതിരെ വാർത്ത ചെയ്തിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കും, കേസ് കൊടുക്കും, എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു, എന്നെ വലിച്ചു കീറി എന്നൊക്കെയാണ് പറയുന്നത്. ഒരാൾ പി ദിവ്യയെ പോലെയുള്ള ഒരാൾ ഇനി പൊതുസമൂഹത്തിൽ ജനസേവനത്തിനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നിൽക്കാൻ ഈ പൊതുസമൂഹം അനുവദിക്കത്തുമില്ലെന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ പത്രമാധ്യമങ്ങളെല്ലാം പി ദിവ്യക്കെതിരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രത്തോളം പാർട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്, ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തെറ്റും ചെയ്യുന്നവരെ എല്ലാം സംരക്ഷിക്കുന്ന ഒന്നൊന്നുമല്ല. ഇവിടുത്തെ പൊതുജനം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അടിമക്കണ്ണുകൾ മാത്രമല്ലാത്ത ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ സംബന്ധിച്ചിട്ട് പി ദിവ്യയും ചോദ്യം ചെയ്യും, വേണ്ടി വന്നാൽ ഈ പാർട്ടിയെയും ചോദ്യം ചെയ്യും. അതുകൊണ്ട് പി ദേവിയുടെ ഗർവ് അനുസരിച്ചിട്ട് ഈ പാർട്ടി, എൻ്റെ പാർട്ടി എന്നെ സംരക്ഷിക്കും എന്നൊക്കെ ഒരു ബോധ്യമുണ്ടെങ്കിൽ അതൊന്നും നടപടിയാവത്തില്ല. മിക്കവാറും എനിക്ക് തോന്നുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബം സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ നിന്നൊരു CBI അന്വേഷണത്തിന് ഉത്തരവ് ഇറങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പി ദിവ്യ എന്ന് പറയുന്ന ആൾക്ക് മേൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ കുറ്റാരോപണങ്ങൾ അതിലുണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് അന്വേഷിക്കുന്നത് CPMന്റെ പോലീസാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് മറ്റൊരു അന്വേഷണ ഏജൻസി വരുന്നതോടുകൂടി സമസ്ത മേഖലകളിലും അന്വേഷണം വ്യാപിപ്പിക്കപ്പെടും. ഈ CDR ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടും, ലൊക്കേഷനുകൾ പരിശോധിക്കപ്പെടും. അപ്പോൾ ഇതിലും ഗുരുതരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അവിടെയാണ് വിഷയം. അപ്പോൾ ഈ നവീൻ ബാബുവിന്റെ മരണം യഥാർത്ഥത്തിൽ കൊലപാതകമാണെന്ന് കുടുംബം ആരോപിക്കാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ബന്ധു എത്താതെ പോസ്റ്റ്മോർട്ടം നടയിലോ ഇതിലേക്ക് കയറാൻ പാടില്ല. പക്ഷേ നവീൻ ബാബുവിന്റെ മരണം റിപ്പോർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കകം പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒളിക്കാനുണ്ടായിരുന്നല്ലേ? എന്തായിരുന്നു? പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ട അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, അനുജൻ തന്നെയാണ് അദ്ദേഹം, അഡ്വക്കേറ്റ് കൂടിയാണ് അദ്ദേഹം. ഇവിടെ എത്തുന്നവർ എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ പാടില്ലായിരുന്നത്? ഇതാരാണ് ഇതിനു വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്തത്? ഇതൊക്കെ അന്വേഷണ വിധേയമാവണം. ഈ കളക്ടർ ആദ്യം ഇവരുടെ വീട്ടുകാർക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അവർക്ക് ഉണ്ടാവും അത്. പക്ഷെ ഇപ്പം ആ കളക്ടർ ഏത് പക്ഷത്താണുള്ളത്? പിന്നീട് കളക്ടറെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഇദ്ദേഹം എന്നോട് കുറ്റസമ്മതം നടത്തി എന്നാണ് പറഞ്ഞത്. ഈ യാത്രയപ്പ് യോഗത്തിന് ശേഷം എന്നെ വന്ന് കണ്ടിരുന്നു നവീൻ ബാബു എന്നും അദ്ദേഹം കുറ്റസമ്മതം നടത്തിയെന്നും തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്നാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ, നവീൻ ബാബുവിന്റെ ഭാര്യ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കളക്ടറുമായിട്ട് യാതൊരു തരത്തിലുള്ള ഒരു ആത്മബന്ധമോ കാര്യങ്ങളോ ഒന്നും നവീൻ ബാബുവിന് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ കളക്ടർ എന്തിനാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്? നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം കണ്ണൂരിലെത്തിയ മുഖ്യമന്ത്രിയും ഈ കണ്ണൂർ ജില്ലാ കളക്ടറും തമ്മിൽ ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തിയല്ലോ. എന്തായിരുന്നു കാരണം? ഇത്രയൊക്കെ ആരോപണവിധേയനായ കളക്ടർ എന്തുകൊണ്ട്
മാറ്റി നിർത്താൻ പറ്റുന്നില്ല. മാറ്റി നിർത്തിയ സത്യം പുറത്തു വരും. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ IAS അസോസിയേഷൻ പറഞ്ഞു ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ കളക്ടറെ മാധ്യമങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളൊക്കെ ചേർന്നുകൊണ്ട് അദ്ദേഹത്തിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നു, അത് ശരിയല്ല എന്ന് പറഞ്ഞു. IAS തമ്മിൽ വലിയ പോരാട്ടം നടക്കുക. പ്രശാന്തും മറ്റേ ഇദ്ദേഹത്തൊക്കെ ആയിട്ടുള്ള വലിയ പോരാട്ടം നടക്കുന്നത്. എന്താ IAS ഇടപെടാത്തത്? ഇത് ജനങ്ങളെ വല്ലാതെ നേരിട്ട് ബാധിച്ചൊരു വിഷയം എന്നുള്ള രീതിയിൽ ജനങ്ങൾ, ഈ കണ്ണൂരിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, എല്ലാ മലയാളികളും, ലോകത്തുള്ള എല്ലാ മലയാളികളും നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഞെട്ടിയിട്ടുണ്ടെന്നേ. അതിൻ്റെ ദുഃഖവും ആശങ്കയൊക്കെ എല്ലാ ആളുകളെയും ഒരേപോലെ, അത് പാവപ്പെട്ടവനെയും പണക്കാരനെയും ഒക്കെ ഒരേപോലെ മാനസികമായി ബാധിച്ചൊരു വിഷയമാണിത്. ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ദുരൂഹതകൾ നീക്കാൻ വേണ്ടി സർക്കാരോ അല്ലെങ്കിൽ പോലീസോ ഒന്നും തയ്യാറാവാത്തത്? അപ്പോൾ ഇവിടെ എന്തോ വലിയ വിഷയം നടന്നിട്ടുണ്ടെന്ന് തന്നെയാണല്ലോ. അല്ലെങ്കിൽ PP ദിവ്യയെ രക്ഷിച്ചെടുക്കാൻ നവീൻ ബാബു മരിച്ചു, ഇനിയിപ്പോൾ എന്താ എന്നുള്ള മട്ടത്തിലാണ്. അതല്ലല്ലോ കേരളം. ഇപ്പം നവീൻ ബാബുവിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അവർ തഹസിൽദാറായി ജോലിയാണ്. അവർക്കും കാര്യങ്ങൾ അറിയാലോ. അവരൊരു സാധാരണ വീട്ടമ്മയൊന്നും അല്ലല്ലോ. അവർക്ക് ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ആളുകളൊക്കെ ആയിട്ട് വലിയ വലിയ ബന്ധങ്ങളുള്ള ആളല്ലേ. അവർക്ക് കാര്യങ്ങൾ അറിയാം. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അവിടെയാണ് വിഷയം. ഇനി ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും കോടതിയെ സമീപിക്കുകയും, ഹൈക്കോടതിയെ ഇപ്പോൾ സമീപിക്കുന്നത്, ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയില്ല, സുപ്രീം കോടതിയിൽ CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വരെ പോകും. അവർ അനുകൂലമായ ഉത്തരവും മേടിച്ചെടുക്കും. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അവർ സർക്കാർ സർവീസിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ആരുടെയാണ്? PP ദിവ്യന്റെ സർക്കാരാണ് ഇവിടെ ഉള്ളത്. സ്വാഭാവികമായിട്ടും അവർക്കും വലിയ രീതിയിൽ അവർക്ക് ഇപ്പോൾ അവർ ഈ സംഘടനയുടെ തന്നെ ആളായിരിക്കുകയാണ്. അവരുടെ എല്ലാ ആളുകളും നവീൻ ബാബുവിൻ്റെ അമ്മയടക്കം CPM സഹയാത്രികരായിരുന്ന ആളുകളാണ്. പക്ഷെ എന്നിട്ട് പോലും PP ദിവ്യക്ക് വേണ്ടിയാണ് അവർ നിലകൊണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ഒരു വലിയ സംഭവം. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ദിവ്യയെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടി എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നേ. ഈ CBI അന്വേഷണം എന്നൊക്കെ പറയുമ്പോൾ എത്ര കാലം കഴിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്ക്? അപ്പോഴേക്ക് ഈ ശേഖരിച്ച തെളിവുകൾ എന്താണെന്ന് പോലീസ് എന്തും പറഞ്ഞിട്ടുണ്ടോ? ഈ തെളിവുകളെല്ലാം കൃത്യമായി കണക്ട് ചെയ്തില്ലെങ്കിൽ CBIക്ക് ആർക്കും പിന്നെ ഇത് തെളിയിക്കാൻ പറ്റും? ഇതിൽ കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തുന്നതിന് സാഹചര്യ തെളിവുകൾ, പല തെളിവുകളുണ്ടല്ലേ, ശാസ്ത്രീയമായ തെളിവുകൾ, സാഹചര്യ തെളിവുകളുണ്ട്, വിറ്റ്നസ്സുകളുണ്ട്. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നത്. ഇതിവിടെ എല്ലാം കണക്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താണ്? പല തെളിവുകളും ഇല്ലാതാവുകയാണ്. ഈ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഫോണുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇദ്ദേഹം പൈസ മേടിച്ചു എന്ന് പറയുമ്പോൾ, ഇയാള് 1 ലക്ഷം രൂപ മേടിച്ചു എന്ന് പറഞ്ഞാൽ ഈ 1 ലക്ഷം രൂപ പുഴുങ്ങി കഴിക്കാനും പറ്റില്ലല്ലോ, ചുരുട്ടിയിട്ട് പത്തനംതിട്ടയൊക്കെ അയക്കാനും പറ്റില്ല. അയാളുടെ ബാഗിൽ അതുണ്ടോ എന്ന് നോക്കണ്ടേ? അപ്പൊ ഇപ്പോഴും പ്രശാന്തിന്റെ മൊഴിയാണ്. പിന്നെ ഈ വ്യാജമായ പരാതി ഉണ്ടാക്കുകയും, ഈ 1 ലക്ഷം രൂപ കയ്യിലെടുക്കാനില്ലാത്ത ആൾ കോടികളുടെ പെട്രോൾ പമ്പ് തുടങ്ങാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ഇതാരാണ് ഇദ്ദേഹത്തിന്റെ പുറകിലുണ്ടായിരുന്നത്? എങ്ങനെയാണ് 22,000 രൂപ മാത്രം മാസ ശമ്പളം മേടിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു താൽക്കാലിക ജീവനക്കാരൻ എങ്ങനെയാണ് ഒരു പെട്രോൾ പമ്പിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയത്? ആരാണ് ഇതിന്റെ പുറകിൽ? അന്വേഷിക്കണ്ടേ? അവിടെയാണ് നമുക്ക് വലിയ ദുരൂഹത ഉണ്ടാകുന്നത്. അപ്പോൾ ആരുടെയൊക്കെയോ മുഖം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രശാന്തിനെ സംരക്ഷിക്കുന്നത്. പ്രശാന്തിനെ വളരെ ആവേശത്തോടു കൂടി പരിയാരം മെഡിക്കൽ കോളേജ് സസ്പെൻഡ് ചെയ്യുന്നത് അയാൾ കുറ്റവാളിയാണെന്ന് കണ്ടുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്യുന്നത്. തീർച്ചയായും അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ ഉണ്ടാവണ്ടേ? എന്തുകൊണ്ടാണ് ഒരു പോലീസ് വ്യാജ രേഖ ഉണ്ടാക്കിയതിന്റെ പേരിൽ എന്തുകൊണ്ടാണ് ഒരു പോലീസ് അയാൾക്കെതിരെ കേസ് പോലും ചാർജ് ചെയ്യാത്തത്? ആരാണ് പ്രശാന്തിനെ സംരക്ഷിക്കുന്നത്? PP ദിവ്യ മാത്രമല്ലല്ലോ. ഈ പ്രശാന്തിനെ ആരാണ് സംരക്ഷിക്കുന്നത്? ഇതൊക്കെ അന്വേഷിക്കണം. നമ്മളുടെ ഒരു വിഷയം എന്താണ്? എന്തെങ്കിലും ഒരു വിഷയം ഒരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു, അടുത്ത വേറെ വിഷയം, പിന്നെ EP ജയരാജന്റെ പുസ്തകമായി, അങ്ങനെ മാറി പോവുകയാണ് ചെയ്യുന്നത്. ഇത് സമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും പൊതുസമൂഹത്തിന് കൃത്യമായി ബോധ്യം വരുന്നവരെ ചർച്ച ചെയ്യേണ്ടതുണ്ട് തന്നെയാണ് എൻ്റെ ഒരു ബോധം. അതുകൊണ്ട് നിയമ നടപടികളിലേക്ക് പോയാൽ തീർച്ചയായും ഇതിലേക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. പക്ഷേ അതിനു മുന്നേ തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടാൽ ഒരിക്കലും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇതിൽ വലിയ ഗൂഢാലോചനയും വലിയ തെളിവ് നശിപ്പിക്കലൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നീതി കിട്ടില്ല എന്ന് തന്നെയാണ്. ഏതൊക്കെയാലും നവീൻ ബാബുവിന്റെ ആത്മാവിന് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട്. ആരാണ് നവീൻ ബാബുവിന്റെ കൊലപാതകി എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരി എന്ന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായ അന്വേഷണത്തിന് തയ്യാറായില്ലെങ്കിൽ CBI വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.